കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം. കുശക്കോട് ശ്രീ മഹാദേവൻ കിരാതമൂർത്തി രൂപത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. കിരാതൻ എന്നാൽ കാട്ടാളൻ എന്നർത്ഥം. മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി യുധിഷ്ഠിരൻ അർജുനനെ വിളിച്ച് ഹിമാലയത്ത് ചെന്ന് തപസ് ചെയ്ത് ശ്രീ മഹാദേവനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ അർജുനൻ കൈലാസത്തിലേക്ക് ചെന്ന് തപസ് ആരംഭിച്ചു. ഏകാഗ്രതയോടെ കഠിന തപസ് പൂർത്തിയാകാറായപ്പോൾ അർജുനനെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രീ മഹാദേവൻ നിശ്ചയിച്ചു. തപസ് ചെയ്തുകൊണ്ടിരുന്ന അർജുനന്റെ മുന്നിൽ ഒരു വരാഹം പ്രത്യക്ഷപ്പെട്ടു. ആ വരാഹം അർജുനന്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അർജുനൻ തന്റെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തന്റെ തപസ്സിന് വിഘ്നം വരുത്തുവാൻ നിൽക്കുന്ന പന്നിയെ കണ്ടു. അർജുനൻ തന്റെ അമ്പ് കയ്യിലെടുത്തതും പന്നി ദൂരത്തേക്ക് ഓടിപ്പോയി. അർജുനൻ ഒരസ്ത്രം പന്നിക്ക് മേൽ തൊടുത്തുവിട്ടു. അർജുനന്റെ അസ്ത്രം ഏറ്റ് പന്നി നിലത്തു വീഴുന്നതിന് മുൻപ് മറ്റൊരസ്ത്രം കൂടി അതിന്റെ മേൽ വന്നു പതിച്ചു. പന്നി ചത്തു വീണു. അർജുനൻ അതിന്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു കാട്ടാളനും അവിടെ എത്തി. താനാണ് പന്നിയെ കൊന്നതെന്ന് പറഞ്ഞ് അതിനെ എടുക്കാൻ കാട്ടാളൻ ശ്രമിച്ചപ്പോൾ അർജുനൻ തടഞ്ഞു. അവർ തമ്മിൽ വാക്കുതർക്കമായി. ഒടുവിൽ അവർ തമ്മിൽ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. അർജുനന്റെ എല്ലാ കഴിവുകളും കാട്ടാളനിൽ പരീക്ഷിച്ചിട്ടും കാട്ടാളനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം കാട്ടാളനിൽ നിന്നും നല്ലൊരടി കിട്ടിയപ്പോൾ അർജുനൻ തളർന്നു വീഴുകയും ചെയ്തു. കാട്ടാളൻ നിസ്സാരക്കാരനല്ല എന്ന് അർജുനന് മനസ്സിലാവുകയും ചെയ്തു. അർജുനൻ ശ്രീ മഹാദേവനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് കാട്ടാളന്റെ രൂപം മാറി. അവിടെ സാക്ഷാൽ കൈലാസവാസിയായ ശ്രീ മഹാദേവൻ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അടുത്തു തന്നെ പാർവതി ദേവിയുമുണ്ട്. അർജുനൻ അവരെ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു. അർജുനന്റെ ഭക്തിയിൽ പ്രീതനായ ശ്രീ മഹാദേവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കാനായി കിരാതവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീ മഹാദേവനാണ് കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഭക്തജനങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ എല്ലാ വരവും നൽകാൻ മനസ്സുള്ള മൂർത്തിയാണ് കുശക്കോട് ശ്രീ മഹാദേവൻ.
തൃക്കൊടിയേറ്റ് മഹോത്സവം, ശിവരാത്രി, തിരുവാതിര ദിവസങ്ങൾ എന്നറിയപ്പെടുന്ന 8 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം കഴിഞ്ഞാൽ ശിവരാത്രി ദിനത്തിൽ ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രമെന്ന് കണക്കാക്കപ്പെടുന്നു.